നമസ്കാരം. എല്ലാം സംഭവിക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ വടക്കിഴക്കൻ ഭാഗത്തുള്ള വാങ്കരേറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബാർ. അവിടെ നമ്മുടെ കഥാനായകൻ സാന്റസ് സുഹൃത്തുക്കൾ ഒന്നിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം രാത്രി ഏകദേശം 12:30 മണിയായിട്ടുണ്ടോ. അടിച്ച് നല്ല ഫിറ്റ് ആയപ്പോഴാണ് സാന്റസ് ഒരു കാര്യം മനസ്സിലാക്കിയത്. അവന്റെ കയ്യിൽ പണമില്ല. പണം എടുക്കാനായിട്ട് അവൻ ആ ബാറിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള നാഷണൽ ഓസ്ട്രേലിയ ബാങ്കിന്റെ ATMിലേക്ക് വന്നു. ATMിൽ അവന്റെ കാർഡ് ഇട്ടു, അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്തു. ബാലൻസ് ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു മെസ്സേജ് വരികയാണ്, ബാലൻസ് അൺഅവൈലബിൾ അറ്റ് ദിസ് ടൈം. എത്ര പണം ആ കാർഡിൽ ഉണ്ടെന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സാന്റസ് വേഗം എത്തുകയാണ്. സാന്റസ് എന്തായാലും ബാറിൽ പണം കൊടുക്കണമല്ലോ. സാന്റസ് ഉടൻ തന്നെ അയാളുടെ ക്രെഡിറ്റ് കാർഡ് ആ ATMിലേക്ക് ഇട്ടു. ATMിലേക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് അയാൾ $200 അയാളുടെ ആ ഡെബിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഉടൻ ഒരു മെസ്സേജ് വരികയാണ്, ട്രാൻസാക്ഷൻ ക്യാൻസൽഡ്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഡെബിറ്റ് കാർഡിലേക്കുള്ള ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്തു എന്നുള്ള മെസ്സേജ് കണ്ടപ്പോൾ ശരിക്കും നല്ല ഫിറ്റ് ആണെങ്കിലും സാന്റസ് ഒന്ന് ഞെട്ടിയെന്ന് പറയാം. കാരണം പണം കൊണ്ട് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ആ ബാറിൽ നിന്ന് തല്ല് കിട്ടുമെന്ന് ഉറപ്പാണ്. സാന്റസ് വീണ്ടും അയാളുടെ ആ ഡെബിറ്റ് കാർഡ് ആ ATMിലേക്ക് ഇട്ട് $200 എന്ന് ടൈപ്പ് ചെയ്തു. സാന്റസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് അതിനകത്ത് നിന്ന് $200 ഇറങ്ങി വരികയാണ്. സാന്റസ് ആ പണവും എടുത്ത് കാർഡും എടുത്ത് ബാറിലേക്ക് മടങ്ങി. എന്താണ് അവിടെ സംഭവിച്ചതിനെ കുറിച്ച് സാന്റസിന് വലിയ പിടിയൊന്നുമില്ല. പക്ഷേ ആ ട്രാൻസാക്ഷൻ മെസ്സേജ് വന്നില്ലെങ്കിലും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഡെബിറ്റ് കാർഡിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് ഒരു തോന്നൽ സാന്റസിനുണ്ട്. സാന്റസ് ബാറിൽ വന്നു, മദ്യപിച്ചു. കുറെ നേരമൊക്കെ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു. സാന്റസ് വീട്ടിലേക്ക് നടക്കുകയാണ്. നടന്ന് ആ ATMിന്റെ അടുത്ത് എത്തിയപ്പോൾ സാന്റസിന് പിന്നെ ഒരു സംശയം, അല്ല നേരത്തെ ആ മെസ്സേജ് വന്നില്ല, ഇപ്പോ മെസ്സേജ് വന്നു കാണൂ. സംശയം തോന്നിയ സാന്റസ് ആ ATMിനകത്തേക്ക് കയറി. സാന്റസ് വീണ്ടും ആ ക്രെഡിറ്റ് കാർഡ് ഇട്ടു. ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് അയാൾ $200 ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ വീണ്ടും ആ മെസ്സേജ് കാണാം, ട്രാൻസാക്ഷൻ ക്യാൻസൽഡ്. നേരത്തെ തോന്നിയ അതേ സംശയം സാന്റസിന് വീണ്ടും തോന്നിയതുകൊണ്ട് സാന്റസ് അയാളുടെ ഡെബിറ്റ് കാർഡ് ആ മെഷീനകത്തേക്ക് ഇട്ട് $200 പിൻവലിക്കാനായിട്ട് അതിനകത്ത് 200 ടൈപ്പ് ചെയ്തു. സാന്റസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വീണ്ടും $200 അങ്ങനെ ഇറങ്ങി വരികയാണ്. സാന്റസ് പെട്ടെന്ന് പണം എടുത്തു. $200 കയ്യിലേക്ക് വന്ന സാന്റസിന് ഈ സംഭവം ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരു ആഗ്രഹം. സാന്റസ് വീണ്ടും ആ ക്രെഡിറ്റ് കാർഡ് ആ മെഷീനിലേക്ക് ഇട്ട് ഒരു നമ്പർ ടൈപ്പ് ചെയ്തു. ഇപ്രാവശ്യം സാന്റസ് ടൈപ്പ് ചെയ്തത് 600 എന്നാണ്. ഉടൻ തന്നെ മെസ്സേജ് വന്നു, ട്രാൻസാക്ഷൻ ക്യാൻസൽഡ്. പഴയതുപോലെ സാന്റസ് അയാളുടെ ഡെബിറ്റ് കാർഡ് മെഷീനിലേക്ക് ഇടുന്നു, $600 ടൈപ്പ് ചെയ്യുന്നു, $600 അതിൽ നിന്ന് ഇറങ്ങി വന്നു. ഇത് സംഭവം കൊള്ളാമല്ലോ. പെട്ടെന്ന് സാന്റസിന്റെ മനസ്സിൽ മറ്റൊരു കാൽക്കുലേഷൻ കൂടെ വന്നു. ആദ്യം അയാൾ പിൻവലിച്ചത് $200 ആണ്, രണ്ടാമത് 200, ഇപ്പൊ ഇതാ 600, $1000 അയാൾ പിൻവലിച്ചിരിക്കുകയാണ്. ഒരു കാർഡിൽ നിന്ന് പരമാവധി ഒരു ദിവസം പിൻവലിക്കാനായി നാഷണൽ ഓസ്ട്രേലിയ ബാങ്ക് അനുവദിച്ചിരിക്കുന്നത് $1000 ആണ്. $1000 അയാൾ പിൻവലിച്ചു കഴിഞ്ഞു. അയാൾ ഒരു കൗതുകത്തിന് വേണ്ടി വീണ്ടും അയാളുടെ ആ ക്രെഡിറ്റ് കാർഡ് മെഷീനിലേക്ക് ഇട്ടിട്ട് $500 വീതം 2 തവണ ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെ അയാൾ $1000 പിൻവലിച്ചു. അയാളുടെ കയ്യിൽ മാസ്റ്റേഴ്സിന്റെ ഒരു കാർഡും വിസയുടെ ഒരു കാർഡുമാണ് ഉള്ളത്. ഒരു കാർഡിന് പരമാവധി പിൻവലിക്കാൻ കഴിയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $1000 ആണ്. അതുകൊണ്ടാണ് അയാൾ രണ്ടാമത്തെ കാർഡ്, അതായത് മാസ്റ്റേഴ്സ് കാർഡ് ഉപയോഗിച്ച് ഒരു $1000 പിൻവലിച്ചത്. ഫലത്തിൽ ഇപ്പോൾ അയാൾ 2 കാർഡിലായിട്ട് $2000 പിൻവലിച്ചിരിക്കുകയാണ്. മെസ്സേജ് ഒക്കെ പഴുതരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ബാലൻസ് കാണിക്കുന്ന മെസ്സേജ് വരുന്നതുമില്ല. എന്തായാലും ആ പണമൊക്കെ പേഴ്സിൽ നിറച്ച് അടിച്ച് ഫിറ്റായ സാന്റസ് വീട്ടിലേക്ക് മടങ്ങി. രാത്രി വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ ആ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അയാളുടെ മനസ്സിലുണ്ട്. നേരം വെളുത്തപ്പോൾ സാന്റസിനൊരു സംശയം, സത്യത്തിൽ എന്താ സംഭവിച്ചത്? താൻ സ്വപ്നം കണ്ടതാണോ? ATMിലേക്ക് പോയതായിട്ടും പണം എടുത്തതായിട്ടൊക്കെ അയാൾക്കൊരു ഓർമ്മയുണ്ട്. അയാൾ പെട്ടെന്ന് പേഴ്സ് എടുത്തു. അയാൾ അപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ആ പേഴ്സിൽ കുറെ നോട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. $1800 അതിനകത്തുണ്ടെന്ന് അർത്ഥം. ആദ്യം എടുത്ത $200 ആണ് അയാൾക്ക് ആ ബാറിൽ ചെലവായത്. ബാക്കി മുഴുവൻ അവിടെ ഉണ്ട്. ഉടൻ തന്നെ സാന്റസ് റെഡിയായി പുറത്തിറങ്ങി അതേ ATMിലേക്ക് ചെന്നു. ATMിൽ ചെന്ന് അക്കൗണ്ട് പരിശോധിച്ച് സാന്റസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ്. ആദ്യം അയാൾ പരിശോധിച്ചത് അയാളുടെ സേവിങ്സ് അക്കൗണ്ടാണ്. സേവിങ്സ് അക്കൗണ്ടിൽ തലേദിവസം $3 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോ ആ $3 സ്ഥലത്ത് അയാൾ കാണുന്നത് അയാൾ ബാങ്കിൽ നിന്ന് $1997 പിൻവലിച്ചതായിട്ടാണ്. അയാള് $1997 ബാങ്കിന് കടപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത്രയും പണം അയാൾ പിൻവലിച്ചതായതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരേണ്ടത് തന്നെയാണ്. അയാൾ ഉടൻ അയാളുടെ ക്രെഡിറ്റ് കാർഡ് ആ മെഷീനകത്തേക്ക് ഇട്ടു. അതിനുശേഷം അതിന്റെ ബാലൻസ് എൻക്വയറി എന്ന് നോക്കി.
അവിടെ തലേദിവസം രാത്രി നടന്ന ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അയാളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അയാൾ ഒരു പണവും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്നത്. അതേസമയത്ത് ആ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും കണക്ട് ചെയ്തിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് അയാൾ $2000 പിൻവലിച്ചിരിക്കുകയാണ്. നേരത്തെ $3 അവിടെ ബാലൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ പിൻവലിച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത പണം $1997 പിൻവലിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബാങ്കിനോട് അയാൾ $1997 കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്താണ് സംഭവിക്കുന്നത്? അയാൾക്കൊരു പിടിയില്ല. എന്തായാലും അയാൾ പണവുമായി വീണ്ടും ബാറിലേക്ക് വന്നു. അയാൾ വീണ്ടും ബാറിലേക്ക് വരാനുള്ള കാരണം അയാൾ ഒരു ബാർ അറ്റൻഡർ ആയതാണ്. ആ ബാറിലെ ഒരു ജീവനക്കാരനാണ്. ആ ബാറിലെ ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ അയാൾ വെറും ഒരു ജീവനക്കാരനല്ല, അവിടെ നടക്കുന്ന ബെറ്റ് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സാന്റസ്. ബെറ്റ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വിക്ടോറിയയാണ്, നിങ്ങൾക്കറിയാം, ഇഷ്ടംപോലെ കുതിരപ്പന്തയമൊക്കെ നടക്കുന്ന മേഖലയാണ്. കുതിരപ്പന്തയത്തിന് കുതിരകളെ പരിശീലിപ്പിക്കുന്ന പരിശീലകർ മദ്യപിക്കാനായി സ്ഥിരമായി എത്തുന്ന ബാറാണ് നമ്മുടെ സാന്റസ് വർക്ക് ചെയ്യുന്ന ബാർ എന്ന് പറയുന്നത്. ബുൾസ് ഹെഡ് ഹോട്ടൽ എന്നാണ് നമ്മുടെ സാന്റസ് വർക്ക് ചെയ്യുന്ന ആ ഹോട്ടലിന് പറയുന്ന പേര്. ബുൾസ് ഹെഡ് ഹോട്ടലിലെ ബാറിലെ ബെറ്റ് ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്ന ആളെന്ന നിലയിൽ സാന്റസിനെ ഈ കുതിര ഓട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന സകല പരിശീലകർക്കും നല്ല പരിചയമാണ്. അവരുമായി ബന്ധപ്പെട്ട് സാന്റസ് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സാന്റസിന് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ 7ാം നമ്പർ കുതിരയാണ് നന്നായി ഓടാൻ സാധ്യതയുള്ളത്. കുതിര ഓട്ടത്തിലെ കുതിരകളെ പരിശീലിപ്പിക്കുന്ന ജോക്കികളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ 7ാം നമ്പർ കുതിരയ്ക്ക് ബെറ്റ് വെച്ചാൽ വിജയിക്കാൻ കഴിയുന്നൊരു തോന്നൽ സാന്റസിനുണ്ടായി. സാന്റസ് എന്തുകൊണ്ട് ആ കുതിര ഓട്ട പന്തയത്തിൽ ബെറ്റ് വയ്ക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം അയാൾ രാവിലെ കണ്ട ആ മെസ്സേജാണ്. $1997 അയാൾ നാഷണൽ ഓസ്ട്രേലിയ ബാങ്കിന് കടപ്പെട്ടിരിക്കുകയാണ്. അവർ കാര്യം കണ്ടെത്തിയാൽ ആ നിമിഷം അവനെ വിളിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് ആ പണം തിരിച്ചിടണം. ആ ഡോളർ ഉണ്ടാക്കാൻ അവൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗവുമില്ല. അവൻ ആ ബാറിൽ വർക്ക് ചെയ്യുന്നത് ആഴ്ചയിൽ $700 എന്നുള്ള ഒരു ശമ്പളത്തിനാണ്. എങ്ങനെ പണിയെടുത്താലും അവൻ വിചാരിച്ചാൽ ഈ $2000 ഉണ്ടാക്കി തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ പറ്റുന്ന മാർഗം പന്തയത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. $1 പന്തയത്തിൽ പങ്കെടുക്കാനുള്ള ഏറ്റവും മിനിമം തുക. $9999 മാക്സിമം തുക. ഒരു ചെറിയ നാണയം വെച്ചാണ് ആ പന്തയത്തിൽ പങ്കെടുക്കുക. ശരിക്കും രസകരമായ ഒരു പന്തയ രീതിയാണ്. നമുക്ക് എത്ര ഡോളർ വേണമെങ്കിലും പന്തയത്തിന് വേണ്ടി മുടക്കാം. എന്തായാലും കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് 7ാം നമ്പർ കുതിരയിൽ അയാൾ പണം നിക്ഷേപിച്ചു. മത്സരമൊക്കെ അടിപൊളിയായി നടന്നു. അവസാനം സാന്റസിന്റെ പണം പോയി കിട്ടി. കുതിരപ്പന്തയത്തിൽ വിജയിക്കുന്നതും പണം നേടുന്നതൊക്കെ ഒരു ലക്കിന്റെ ഭാഗമാണ്. പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സങ്കടം സാന്റസിന് കൂടുമല്ലോ. സാന്റസ് അന്ന് നന്നായിട്ടൊന്ന് മദ്യപിച്ചു. അടിച്ച് പൊളിച്ച് മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മദ്യപിച്ച് നല്ല ഫിറ്റായി തീർന്ന സാന്റസ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയാൾ വീണ്ടും ആ ATMിലേക്ക് കയറി. വീണ്ടും അയാൾ ATM കയറാൻ ഒരു കാരണമുണ്ട്. അയാൾക്കറിയാം അയാളുടെ കൈവശമുള്ള സേവിങ്സ് അക്കൗണ്ടിൽ ഇപ്പോൾ $1997 അയാൾ കടപ്പെട്ടിരിക്കുകയാണ്. ആ കടം വീട്ടാൻ അയാളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് അവിടെ എത്തിയത്. തലേദിവസം രാത്രി 1 മണി കഴിഞ്ഞപ്പോഴാണ് അയാൾ ട്രാൻസ്ഫറിന് ചെന്നത്. അതുകൊണ്ടായിരിക്കാം ആ പണം ട്രാൻസ്ഫർ ചെയ്ത കാര്യം ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത്. ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് സാന്റസ് അന്നും രാത്രി 1 മണി കഴിഞ്ഞപ്പോൾ ആ ATM കയറിയായിരുന്നു. ATM കയറി അയാൾ ആദ്യം ഒരു $2000 ട്രാൻസ്ഫർ ചെയ്തു. ഉടൻ തന്നെ ആ മെസ്സേജ് വന്നു, ട്രാൻസാക്ഷൻ ക്യാൻസൽഡ്. വീണ്ടും സാന്റസ് $2000 കൂടി ട്രാൻസ്ഫർ ചെയ്തു. മെസ്സേജ് ആവർത്തിച്ചു, ട്രാൻസാക്ഷൻ ക്യാൻസൽഡ്. സാന്റസ് കൂടുതലൊന്നും ആലോചിച്ചില്ല, നേരെ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അയാൾ ആദ്യം ചെയ്തത് അയാളുടെ അക്കൗണ്ട് പരിശോധിക്കുകയായിരുന്നു. ശരിക്കും സാന്റസ് ഞെട്ടിപ്പോയിരിക്കുകയാണ്. സാന്റസിന്റെ അക്കൗണ്ടിൽ ഇപ്പോ $2003 ഉണ്ട്. സാന്റസ് ബാങ്കിനോട് കടപ്പെട്ടിരുന്ന $1997 ബാങ്കിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതിനുശേഷം $2003 കൂടി അയാളുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അയാൾ ഉടൻ തന്നെ അയാളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് പരിശോധിച്ചു. അയാള് പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചിരിക്കുന്നത് തലേദിവസം രാത്രി നടന്ന ട്രാൻസാക്ഷൻ ആ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. എന്ന് പറഞ്ഞാൽ അയാളുടെ ക്രെഡിറ്റ് കാർഡിൽ അയാള് ആ ക്രെഡിറ്റ് കാർഡ് കമ്പനിയോട് ഒരു തരത്തിലും കടപ്പെട്ടിട്ടില്ല എന്നാണ്. അയാൾക്കിത് അപ്രതീക്ഷിതമായി കുറച്ച് പണം കിട്ടിയിരിക്കുകയാണ്. $2003 അയാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സാന്റസ് ഒന്ന് ഞെട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സംഭവം കൊള്ളാം. ആ ATM പണം നൽകുന്ന ഒരു വലിയ അക്ഷയനിധി പോലെ ആയിരിക്കുകയാണ്. സാന്റസ് ആ പണം ഉപയോഗിച്ച് സ്വാഭാവികമായിട്ടും കുടിച്ച് നല്ല ഫിറ്റ് ആകുമ്പോൾ സാന്റസിന് കഥ ഓർമ്മ വരും. ഈ പണം എന്തായാലും ബാങ്ക് തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് ആ പണം തിരിച്ചുണ്ടാക്കിയാലേ പറ്റൂ. പണം ഉണ്ടാക്കാൻ സാന്റസിന്റെ കയ്യിൽ ഇപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കുതിരപ്പന്തയത്തിൽ പണം മുടക്കുക.
സാന്റസ് വീണ്ടും വീണ്ടും കുതിരപ്പത്തിൽ പണം മുടക്കും, ചിലപ്പോഴൊക്കെ പണം കിട്ടും, ചിലപ്പോഴൊക്കെ പോവും. ഈ പ്രക്രിയ ഇങ്ങനെ തുടരുകയാണ്. ഏകദേശം ഫെബ്രുവരി അവസാനത്തെ ആഴ്ചയായപ്പോൾ സാന്റസ് വരുത്തിയ കടം കൂടിക്കൂടി $20,000 സാന്റസ് മൊത്തം എഴുതി വെച്ചിരിക്കുകയാണ്. ഏകദേശം $20,000 സാന്റസ് ഇപ്പോ കടപ്പെട്ടിരിക്കുകയാണ്. സാന്റസ് $20,000 കടപ്പെട്ടു എന്നുള്ള കാര്യം സാന്റസിന് അറിയാം. സാന്റസ് എഴുതി വെച്ചിട്ടുണ്ട്. പല തവണയായിട്ട് സാന്റസ് പിൻവലിച്ച പണം കൂട്ടി നോക്കുമ്പോൾ $20,000 ഉണ്ട്. പിടി വീണാൽ ഉറപ്പായിട്ടും കുറെ നാള് ജയിലിലാണ്. സാന്റസിന്റെ അച്ഛൻ TV ചാനലിലെ വാർത്താ വായനക്കാരനാണ്. അദ്ദേഹം സാന്റസിനെ ഒരു കാത്തലിക് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. ശരിക്കും ഒരു മതവിശ്വാസം കുഞ്ഞുനാളിലെ സാന്റസിൽ വളർത്തിയെടുക്കാൻ പര്യാപ്തമായ ശൈലിയിലുള്ള വിദ്യാഭ്യാസമൊക്കെയാണ് സാന്റസിന് കൊടുത്തിരുന്നത്. പക്ഷെ സാന്റസിന്റെ കഷ്ടകാലത്തിന് സാന്റസിന്റെ അച്ഛൻ സാന്റസിന് ഏകദേശം 15 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. സാന്റസ് ആ സമയം മുതൽ ജോലി ചെയ്ത് ജീവിക്കാൻ നിർബന്ധിതനായ വ്യക്തിയാണ്. അന്ന് മുതൽ ബാറുകളുമായി ബന്ധപ്പെട്ടാണ് സാന്റസിന്റെ ജീവിതം. അങ്ങനെ മെൽബണിൽ ബാറുകളുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് സാന്റസ് അയാളുടെ ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത്. അവള് വിക്ടോറിയക്കാരിയാണ്. അങ്ങനെയാണ് സാന്റസ് വിക്ടോറിയക്കാരിയായ അയാളുടെ ഗേൾ ഫ്രണ്ടിനോടൊന്നിച്ച് മെൽബണിൽ നിന്ന് ഈ വിക്ടോറിയയിലേക്ക് വരുന്നത്. സാന്റസ് ശരിക്കും ഭയക്കുന്നത് അയാളുടെ ആ ഗേൾ ഫ്രണ്ടിനെയാണ്. അവർ ഒരു പ്രൈമറി സ്കൂളിലെ മത പഠന അധ്യാപികയാണ്. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു അധ്യാപികയുടെ ഭർത്താവ് ഇത് ബാങ്കിനെ പറ്റിച്ച് $20,000 പിൻവലിച്ചിരിക്കുകയാണ്. ഈ വിവരമെങ്ങാനും അവൾ അറിഞ്ഞാൽ സംഭവം വിഷയമാകും. സാന്റസിന്റെ മനസ്സിന്റെ ഒരു ഭാഗത്ത് ഭാര്യയോടും മതത്തോടും ദൈവത്തോടുമുള്ള ഒരു ഭയം ഇങ്ങനെ കൂടി വരുമ്പോൾ മറുഭാഗത്ത് ഒരു ത്രില്ല് അനുഭവപ്പെട്ടു തുടങ്ങി. സംഭവം കൊള്ളാം. കയ്യിൽ നിന്ന് പണം ചെലവാകുമ്പോൾ ആ പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ സാന്റസ് കണ്ടെത്തിയിരിക്കുന്നത്. സാന്റസ് ഒരു സൂത്രവാക്യം കണ്ടെത്തിയിരിക്കുകയാണ്. എത്ര പണം വേണമെങ്കിലും ആ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അയാൾക്ക് ചെലവഴിക്കാം. പക്ഷെ ചെലവഴിക്കുന്ന പണത്തെക്കാൾ $1 കൂടുതൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. എന്നും രാത്രി സാന്റസുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ സുഹൃത്തുക്കൾ അയാൾക്കൊപ്പം അടിച്ചു പൊളിക്കാൻ എത്തുന്നതും അങ്ങനെയാണ്. സാന്റസ് അവരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആഘോഷിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുന്നു, മദ്യപിക്കുന്നു, ഇഷ്ടംപോലെ പണം ചെലവഴിക്കുന്നു. അതിനുശേഷം സാന്റസിന്റെ കാർഡ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ആ കാർഡിൽ നിന്ന് പണം പിൻവലിക്കപ്പെടും. പിൻവലിക്കപ്പെട്ട പണം നോക്കി വെച്ചിട്ട് സാന്റസ് അന്ന് തന്നെ ATM കയറി രാത്രി 1 മണി കഴിയുമ്പോൾ അതിനേക്കാൾ $1, $2, $5, $10 കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ കണക്ക് ഉറപ്പായും സാന്റസ് പരിശോധിക്കും. ക്രെഡിറ്റ് കാർഡും പരിശോധിക്കും, ഡെബിറ്റ് കാർഡ് അക്കൗണ്ടും പരിശോധിക്കും. ഡെബിറ്റ് കാർഡിൽ സ്വാഭാവികമായിട്ട് പണം പിൻവലിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡിൽ പണമൊന്നും പിൻവലിച്ചിട്ടുമില്ല. അപ്പൊ അത് ഒരു വലിയ സംഭവം ഇങ്ങനെ പോകുമ്പോൾ കഥയിൽ ഒരു വലിയ ട്വിസ്റ്റ് പിന്നീടാണ് സംഭവിക്കുന്നത്. രാത്രിയിൽ പതുപോലെ ആ ATM മെഷീൻ ഇരിക്കുന്ന കൗണ്ടറിലെത്തി കാർഡ് ഇട്ടു. ആ ട്രാൻസ്ഫർ ബട്ടണിൽ ഒന്ന് അമർത്തി. ഉടൻ ട്രാൻസ്ഫർ ഓപ്ഷൻ തെളിഞ്ഞു വന്നു. സേവിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, മാസ്റ്റർ കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, വിസ കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അയാളുടെ ക്രെഡിറ്റ് കാർഡ് ചെക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇതുവരെ അയാൾ ചെയ്തിരുന്നത് അയാളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയാണ്. അന്ന് ആദ്യമായി സാന്റസ് ഒരു കളിയൊന്ന് മാറ്റി പിടിച്ചു. അയാളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ഒരു $65,000 ട്രാൻസ്ഫർ ചെയ്തു. $65,000 അയാൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ അടിച്ചുപൊളിക്കിടയിൽ ഏകദേശം $60,000 അയാൾക്ക് ചെലവായിട്ടുണ്ടായിരുന്നു. ആ ട്രാൻസ്ഫർ നടത്തിയതിന് ശേഷം പിറ്റേ ദിവസം അയാളുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ അയാളുടെ അതുവരെയുള്ള മുഴുവൻ കടങ്ങളും വീട്ടപ്പെട്ടിരിക്കുകയാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അയാൾ പിൻവലിച്ച പണവും കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് അയാൾ പിൻവലിച്ച പണവും കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാളുടെ ക്രെഡിറ്റ് കാർഡും അയാളുടെ ഡെബിറ്റ് കാർഡും അയാളുടെ ഒരു അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ വളരെ എളുപ്പമാണ്. വളരെ രസകരമായ രീതിയിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നു. അയാളുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് പണം എവിടെ നിന്നാണ് വന്നത്? ആരുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് പണം വന്നത്? ശുദ്ധ ശൂന്യതയിൽ നിന്ന് അയാൾക്ക് പണം വന്നിരിക്കുകയാണ്. സംഭവം ഒരു അടിപൊളി കാര്യമാണെന്ന് സാന്റസിന് അതിവേഗം മനസ്സിലായി. $65,000 എവിടെ നിന്ന് വന്നു എന്ന് ഒരു വിവരവുമില്ല. അതുവരെയുള്ള സാന്റസിന്റെ എല്ലാ കടങ്ങളും വീട്ടപ്പെട്ടിരിക്കുകയാണ്. അയാൾ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ഏത് രേഖ എടുത്ത് പരിശോധിച്ചാലും അതൊക്കെ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞെട്ടിപ്പോയ സാന്റസ് അടുത്ത 2 ആഴ്ച ഒരു കാര്യവും ചെയ്യാതെ ഒന്ന് വെയിറ്റ് ചെയ്തു. സാന്റസ് ഒരു കാര്യം ഇതിനിടയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയിൽ നാഷണൽ ഓസ്ട്രേലിയ ബാങ്ക് അവരുടെ ATMകളും സെർവറുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കാറുണ്ട്. ആ സമയത്ത് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ATMൽ നിന്ന് പണം എടുക്കാൻ കസ്റ്റമേഴ്സിന് അനുവാദം കൊടുത്തിരിക്കുന്നത്. ആ എടുക്കുന്ന പണം 2 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ
അവരുടെ സെർവറിലേക്ക് കണക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് നാഷണൽ ഓസ്ട്രേലിയ ബാങ്ക് അവിടെ അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈമും അതിൻ്റെ ഒരു ടെക്നിക്കുമാണ്. ആ സംഭവം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മുടെ സാൻഡേഴ്സ് പണം പിൻവലിച്ചുകൊണ്ടിരുന്നത്. ATM സെർവറുമായി കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന, സ്വതന്ത്രമായി നിൽക്കുന്ന സമയത്ത് നടത്തുന്ന ട്രാൻസാക്ഷന്റെ ഒരു ലൂപ്പ് ഹോളാണ് ഇത്രയും ദിവസവും സാൻഡേഴ്സ് ഉപയോഗിച്ചത്. സാൻഡേഴ്സിന് പിറ്റേ ദിവസം പകല് ഒരു സംശയം. തലേ ദിവസം നടന്ന ട്രാൻസ്ഫർ മറ്റ് ATMകളിൽ നടക്കുമോ ഇല്ലയോ. സാൻഡേഴ്സ് അന്ന് പകൽ നാഷണൽ ഓസ്ട്രേലിയ ബാങ്കിന്റെ NABയുടെ മറ്റൊരു ATMൽ കയറി. അതും പകൽ ഒരു $5000 ട്രാൻസ്ഫർ ആണ് അയാളുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് കൊടുത്തത്. സാൻഡേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് അയാളുടെ ആ ട്രാൻസ്ഫർ കൃത്യമായി നടന്നു. ഏത് സ്ഥലത്തു നിന്നാണ് പണം വരുന്നത് അയാൾക്ക് അറിയത്തില്ല. അയാളുടെ ക്രെഡിറ്റ് കാർഡിലേക്ക് പണം ഇങ്ങനെ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 24 മണിക്കൂറും NABയുടെ ഏത് ATMൽ നിന്നും അയാൾക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. എത്ര പണം വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. ശരിക്കും ഇപ്പോ അക്ഷരാർത്ഥത്തിൽ സാൻഡേഴ്സ് ഞെട്ടിയിരിക്കുകയാണ്. എത്ര പണം വേണമെങ്കിലും അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് കണ്ടതോടുകൂടി അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അയാളുമായി ബന്ധപ്പെട്ട കൂട്ടുകാർ ഇതൊരു അവസരമാക്കി എടുത്തു. അടിപൊളി പാർട്ടികളാണ് തുടർന്ന് സകല ദിവസവും വിവിധ സ്ഥലങ്ങളിൽ നടന്നത്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ സാൻഡേഴ്സും കൂട്ടുകാരും കൂടി ഒരു കെട്ട് നോട്ട് ഒരു ഹോട്ടലിലെ ലോബിയിൽ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ശരിക്കും നോട്ടുകൾ അങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ആ നോട്ടുകൾ അങ്ങനെ വാരി വിതറിയതിനു ശേഷം ഒരു മത്സരം അവിടെ സ്റ്റാർട്ട് ചെയ്തു. ആരാണ് ഏറ്റവും കൂടുതൽ നോട്ടുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ പിറക്കിയെടുക്കുന്നത്, അതാണ് മത്സരം. അവരൊരു മ്യൂസിക് പ്ലേ ചെയ്യാണ്. ആ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ആളുകൾ ഓടിച്ചെന്ന് ആ നോട്ടുകൾ കളക്ട് ചെയ്യണം. മ്യൂസിക് തീരുന്നതും അവർ നിർത്തണം. എടുക്കുന്ന നോട്ട് എടുക്കുന്ന ആൾക്ക് സ്വന്തവുമാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷ്വൽ അതുപോലെ തന്നെ എടുത്ത് ഒരാൾ സാൻഡേഴ്സിന്റെ വൈഫിന് എത്തിച്ചു. ശരിക്കും ആ സ്ത്രീ, ആ പ്രൈമറി സ്കൂളിലെ അധ്യാപിക ഞെട്ടിയെന്ന് തന്നെ പറയാം. കെട്ടുകണക്കിന് നോട്ട് വാരി വിതറി ആഘോഷപൂർവ്വം പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സാൻഡേഴ്സ് അവൾക്ക് പരിചയമില്ലാത്ത ഒരു മുഖമാണ്. സാൻഡേഴ്സിനെ അവൾക്ക് അറിയാവുന്നത് മതബോധത്തിൽ അടിസ്ഥാനമായി മുന്നോട്ട് നീങ്ങിരുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനായിട്ടാണ്. ഇപ്പൊ അവൾ കാണുന്നത് മദ്യപിച്ച് നടക്കുന്ന സാൻഡേഴ്സിനെയാണ്. രാത്രി വളരെ താമസിച്ച് മാത്രമേ വീട്ടിൽ എത്തുന്നതിനിടയിൽ അയാൾ പലപ്പോഴും നാഷണൽ ഓസ്ട്രേലിയ ബാങ്കിന്റെ ഏതെങ്കിലും ATMൽ കയറുന്നതും കാണാം. ATMൽ കയറി ഇറങ്ങി പണം എടുക്കുകയും ആ പണം ചെലവഴിക്കുകയും ചെയ്യുന്ന അവളുടെ ഭർത്താവിനെ അവൾക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാതെ വന്നതും അവൾ വളരെ ദീർഘമായ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സാൻഡേഴ്സിന് അയച്ചു. സോറി സാൻഡേഴ്സ്, എനിക്ക് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനേ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ഇനി സഹിക്കാൻ തയ്യാറല്ല. പ്ലീസ് നമുക്ക് വേർപിരിയാം. വളരെ മനോഹരമായിട്ട് എന്നാൽ അധികം വിഷമിപ്പിക്കാത്ത ശൈലിയിലാണ് സാൻഡേഴ്സിന്റെ ഭാര്യ അങ്ങനെ എഴുതിയത്. സാൻഡേഴ്സിന്റെ ഭാര്യ ആ കത്തെഴുതുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സാൻഡേഴ്സ് വർക്ക് ചെയ്തിരുന്ന ബാറിൽ ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചത്തെ അവരുടെ റവന്യൂ ആ രാത്രിയിൽ ആ ബാറിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. മുഴുവൻ ബെറ്റിലൂടെ വൻതോതിൽ പണം ജനറേറ്റ് ചെയ്യപ്പെട്ടതും ആ ഹോട്ടലിൽ ബെറ്റ് നടത്താൻ അനുവാദം കൊടുത്തിരിക്കുന്ന കമ്പനി അത് നോട്ട് ചെയ്ത് ഹോട്ടലിന് റിപ്പോർട്ട് ചെയ്തു. നിങ്ങളുടെ ബാറിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രാൻസാക്ഷന്റെ ഇരട്ടി ട്രാൻസാക്ഷൻ കഴിഞ്ഞ രാത്രിയിൽ മാത്രം നടന്നിരിക്കുകയാണ്. അത്രയും പണം അവിടെ എങ്ങനെ വന്നു? സ്വാഭാവികമായിട്ടും ഹോട്ടൽ അന്വേഷണം തുടങ്ങി. അന്ന് ആ ആക്ടിവിറ്റിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന സാൻഡേഴ്സ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വിധേയനായി. സാൻഡേഴ്സ് വ്യക്തമായി എക്സ്പ്ലനേഷൻ കൊടുത്തു. സാൻഡേഴ്സ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഹോട്ടലും അതുപോലെ ഈ ഏജൻസിയും അവിടെയുള്ള സകല ഡോക്യുമെന്റുകൾ പരിശോധിച്ചു, അവരുടെ ക്യാഷ് പരിശോധിച്ചു, സാധനങ്ങൾ പരിശോധിച്ചു. സാൻഡേഴ്സ് ആ പണം വല്ലതും അടിച്ചു മാറ്റി ബെറ്റിന് ഉപയോഗിച്ചതാണോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. അങ്ങനെയൊന്നുമില്ല. എന്നിട്ടും അവസാനം ആ ബെറ്റിംഗ് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഹോട്ടൽ സാൻഡേഴ്സിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി കൃത്യം 2 ആഴ്ച കഴിയുമ്പോഴാണ് ഭാര്യ സാൻഡേഴ്സിനെ വിട്ടുപോകുന്നത്. ഇപ്പോ സാൻഡേഴ്സിന് ജോലിയില്ല, പക്ഷെ ഇഷ്ടംപോലെ പണമുണ്ട്, ഭാര്യയുമില്ല. അവിടെ മുതൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സാൻഡേഴ്സിനെ കാണുകയാണ്. സാൻഡേഴ്സ് ഇപ്പൊ ജീവിക്കുന്ന സ്വപ്നത്തിലാണോ യഥാർത്ഥ ജീവിതത്തിലാണോ എന്ന് സാൻഡേഴ്സിന് പോലും അറിയാത്തൊരു സാഹചര്യം. സാൻഡേഴ്സ് ശരിക്കും ഒരു അടിപൊളി ജീവിതത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് തുടർന്ന് നമ്മൾ എല്ലാവരും കണ്ടത്. ആ കാഴ്ച ശരിക്കും രസകരവും ഞെട്ടിപ്പിക്കുന്നതും അതേസമയം ആലോചിക്കുമ്പോൾ ചിരിച്ചു പോകുന്നതുമാണ്. സാൻഡേഴ്സ് അയാളുടെ സുഹൃത്തുക്കളെ മുന്തിയ ഹോട്ടലുകളിലേക്ക് വിളിക്കും. ഹോട്ടലിൽ ശരിക്കും വിപുലമായ പാർട്ടിയെ സംഘടിപ്പിക്കുകയും സകല ചെലവും വഹിക്കുന്ന സാൻഡേഴ്സ് ആയിരിക്കും. ഏറ്റവും സുന്ദരിമാരായ കോൾ ഗേൾസിനെ വിളിച്ചു വരുത്തുന്നതും സാൻഡേഴ്സിന്റെ ഒരു രീതിയാണ്. അയാൾക്ക് വേണ്ടിയും അയാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഇഷ്ടംപോലെ പെൺകുട്ടികൾ വരും. സാൻഡേഴ്സ് മെൽബണിൽ നിന്ന് സിഡ്നിയിലേക്കും അതുപോലെ വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങൾ ചാർട്ട് ചെയ്ത് തുടങ്ങുന്നതും അങ്ങനെയാണ്. ശരിക്കും വിമാനങ്ങളൊക്കെ ചാർട്ട് ചെയ്ത് സുന്ദരിമാരായ പെൺപിള്ളേരുമായി
വില കൂടിയ ഹോട്ടലുകളിൽ ഒരു ദിവസവും 2 ദിവസവും ഒക്കെ തങ്ങുന്ന സാന്റസ് ശരിക്കും അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ഹീറോ ആയി മാറുകയാണ്. സാന്റസിന് അറിയാം ഇതൊന്നും അധിക നാൾ നിലനിൽക്കത്തില്ല. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, സാന്റസ് അതങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയാണ്. കുതിരപ്പന്തയത്തിൽ ഹരമുണ്ടായിരുന്ന സാന്റസിനെ എസ്കോർട്ട് ചെയ്യാനായി 2 സുന്ദരിമാരുമായിട്ട് കുതിരപ്പന്തയ മേഖലയിൽ വന്ന കാഴ്ച ഫോട്ടോയായി സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ അടുത്തെത്തി. ശരിക്കും എന്താ പറയാ, പെമ്പിളുടെ ഒരു ഒഴുക്ക് തന്നെ സാന്റസിനൊപ്പം ഉണ്ടാവുകയാണ്. വിമാനങ്ങളിൽ യാത്ര ചെയ്ത് ആഡംബര ഹോട്ടലിൽ തങ്ങി അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുന്ന സാന്റസിന്റെ അടുത്ത് ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരു മുറി എടുത്തു കൊടുക്കുമോ എന്ന് ചോദിച്ചു. മുറി എടുത്തു കൊടുക്കുമോ എന്നല്ല ചോദിച്ചത്, കൃത്യമായി പറഞ്ഞാൽ ഒരു മുറി എടുക്കാനുള്ള പണം കടം കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്. അയാള് യാത്രക്കിടയിൽ പണം നഷ്ടപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അത് കേട്ടതും സാന്റസ് പറഞ്ഞു, അതാണോ കാര്യം? സുഹൃത്തെ, ഇന്നത്തെ നിങ്ങളുടെ ചെലവ് ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞിട്ട് ആ അപരിചിതനെ സാന്റസ് ഹിൽട്ടൺ ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു മുറി എടുത്ത് താമസിപ്പിക്കായിരുന്നു. നേരം വെളുത്തപ്പോ ഹോട്ടലിൽ നിന്ന് അതിന്റെ മാനേജർ സാന്റസിനെ വിളിച്ചു. സംഭവം തലേദിവസം രാത്രി ആ മുറി തങ്ങിയ വ്യക്തി ആ മുറിയിലെ ഫോണും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെയായി മുങ്ങിയിരിക്കുകയാണ്. പോകുന്ന പോക്കിൽ അയൺ ബോക്സ് വരെ അടിച്ചുകൊണ്ടുപോയി. എല്ലാം കൂടി ഒരു $9,000 ബില്ല്. സാന്റസ് ഉടൻ തന്നെ ബില്ല് കൊടുത്തു. സാന്റസിന് പക്ഷെ ഒരു ത്രില്ലായി മാറി. ആളുകൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സേവനങ്ങൾ ചെയ്യുക, ഇങ്ങനെ ഒരു രസം. അതിനുശേഷം രസകരമായ ഒരു സംഭവം കൂടെ ഉണ്ടായി. സാന്റസ് അതിസുന്ദരിയായ ഒരു കോൾ ഗേളിനെ ഒരു രാത്രിയിൽ അയാളുടെ കൂട്ടിനെ വിളിച്ചതാണ്. അവളോട് സംസാരിച്ചു വന്നപ്പോൾ സാന്റസിന് ഒരു രസം. സാന്റസ് അവളെ കൊണ്ട് പുറത്തിറങ്ങി. നേരെ പോയത് മെൽബണിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വസ്ത്രശാലയിലേക്കാണ്. അവിടെ ചെന്നുടൻ സാന്റസ് അവളോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എടുക്കാം, ആവശ്യത്തിനുള്ളത് എടുക്കാം. ഒത്തിരിയേറെ ഡ്രസ്സുകളാണ് ആ രാത്രിയിൽ ആ സ്ത്രീ അവിടുന്ന് പർച്ചേസ് ചെയ്തത്. ആ സ്ത്രീയെ അതിനു മുമ്പ് സാന്റസ് കണ്ടിട്ടേ ഇല്ല. പക്ഷെ അവൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ മുഴുവൻ വാങ്ങിച്ചു കൊടുത്ത് അവളെ പറഞ്ഞു വിട്ട ഒരു കഥ, അതും ഒരു ഗോസിപ്പായി ഇങ്ങനെ മാറുകയാണ്. സാന്റസ് എന്ത് ചെയ്യും? ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പിറ്റേന്ന് ബാങ്ക് സാന്റസിനെ വിളിക്കും. ഹലോ മിസ്റ്റർ സാന്റസ്, ഇന്നലെ ഒരു വലിയ ബില്ലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാണ് ചെലവ് ചെയ്തത്. അങ്ങനെ കോളുകൾ നിരന്തരമായി ബാങ്കിൽ നിന്ന് സാന്റസിന് വന്നുകൊണ്ടിരിക്കുകയാണ്. സാന്റസിന്റെ ബാങ്ക് അക്കൗണ്ടിലെ പണം ഇങ്ങനെ കുമിഞ്ഞു കൂടി വരികയാണ്. ഒരു സമയമായപ്പോ $1.6 മില്യൺ സാന്റസിന്റെ അക്കൗണ്ടിലെത്തി. സാന്റസിന്റെ ക്രെഡിറ്റ് കാർഡിലെ ആ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഓപ്ഷൻ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്ത് എത്തിച്ച എമൗണ്ട് ആണ് $1.6 മില്യൺ. ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. നമുക്കറിയാം $1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം × 80 ആണ്. 8 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 15 കോടിയോളം രൂപ ഒരു സമയത്ത് സാന്റസിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും ബാങ്ക് ബാലൻസ് സൂക്ഷിക്കുന്ന ഒരാള് ഏതെങ്കിലും ഹോട്ടലിലെയോ ഏതെങ്കിലും സ്ഥലത്തെയോ പർച്ചേസിന് പണം മുടക്കുമ്പോൾ ബാങ്ക് കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ വിളിക്കുന്നതല്ലാതെ ബാങ്കിൽ നിന്ന് വേറെ കോളുകളൊന്നും വന്നിട്ടേ ഇല്ല. സാന്റസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അടിച്ചുപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി ജീവിതമാണ്. പ്രൈവറ്റ് ജെറ്റുകൾ ചാർട്ട് ചെയ്യുന്നു, പ്രൈവറ്റ് യാനങ്ങൾ ചാർട്ട് ചെയ്യുന്നു, കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കുന്നു, ബാറുകളിൽ ഇഷ്ടംപോലെ പാർട്ടി നടത്തുന്നു. സുഹൃത്തുക്കളൊക്കെ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കൊക്കെ ആയിരിക്കും സാന്റസിനൊപ്പം കൂടുക. അവരിൽ 2 അഭിപ്രായം ഇപ്പോൾ ഉണ്ട്. ഒരു ടീം സാന്റസിനോട് പറഞ്ഞു, സാന്റസ് പിടിക്കപ്പെട്ടാൽ ഇത് പ്രശ്നമാണ്. മറ്റൊരു ടീം പറഞ്ഞു, ഈ ബാങ്കുകാര് നമ്മളെ പറ്റിക്കും, വിവിധ ശൈലി പറ്റിക്കും. ചെക്കിൻ എന്ന് പറഞ്ഞ് പറ്റിക്കും, ട്രാൻസാക്ഷൻ ശരിയല്ലെന്ന് പറഞ്ഞ് പറ്റിക്കും. വിവിധ ശൈലിയിൽ ബാങ്ക് മുഴുവൻ ആളുകളിൽ നിന്നും പണം അടിച്ചു മാറ്റാറുണ്ട്. നമ്മൾ ബാങ്കിന്റെ പണം അടിച്ചു മാറ്റുന്നു, അത്രയും കരുതിയാൽ മതി. എന്തായാലും ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മെയ് പകുതിയിൽ ഒരു ദിവസം സാന്റസ് അടിച്ച് ഫിറ്റായി ബാറിൽ നിന്ന് ലിഫ്റ്റിൽ കയറി ഹോട്ടലിൽ അയാളുടെ മുറിയിലേക്ക് വരികയാണ്. ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി അയാൾ കോറിഡോറിലൂടെ അയാളുടെ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് സാന്റസ് ഒന്ന് വീണത്. ശരിക്കും അയാൾക്കൊരു പെയിൻ അനുഭവപ്പെട്ടു. ഈ കാഴ്ച അടുത്ത റൂമിലേക്ക് നടക്കുകയായിരുന്ന ഒരാൾ കണ്ടു. അയാൾ ഭാഗ്യത്തിന് ഒരു ഡോക്ടറാണ്. അയാൾ സാന്റസിനെ അയാളുടെ മുറിയിലേക്ക് എടുത്തു കയറ്റി പരിശോധിച്ചിട്ട് സാന്റസിനോട് പറഞ്ഞു, ഇത് ശരിക്കും ടെൻഷനിലാണല്ലോ, ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ സാന്റസിന് ഒരു ടാബ്ലറ്റ് നിർദ്ദേശിക്കുകയും ചെയ്തു. നിർദ്ദേശിച്ചത് മാത്രമല്ല, ആ ടാബ്ലറ്റ് ഡോക്ടർ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സാന്റസ് സ്വബോധത്തിലേക്ക് മടങ്ങി വന്നു. സാന്റസ് ശരിക്കും വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. സാന്റസിന്റെ ശരീരം കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് തടിച്ച് കൊഴുത്തിരിക്കുകയാണ്. സാന്റസ് ശരിക്കും ഒരു ബോഡി ബിൽഡർ പോലെ ബോഡി സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോ നല്ല പൊക്കത്തിൽ തടിച്ച് കൊഴുത്ത് ഉരുണ്ടിരിക്കുന്ന ഒരാളായി സാന്റസ് മാറിയത് കൊണ്ടാണ് സാന്റസിന് അത്തരത്തിൽ ഒരു ബോഡി പ്രശ്നം ഉണ്ടായത്. ഡോക്ടർ സാന്റസിനെ പരിശോധിച്ച് കഴിഞ്ഞുടൻ ഒരു മരുന്ന് കുറിച്ചു. ആ മരുന്ന് സ്വാഭാവികമായിട്ടും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നാണ്. അയാളുടെ ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലുകളിൽ ബ്ലോക്കുകൾ വന്നു തുടങ്ങിയെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള അനിയന്ത്രിതമായ ലൈഫ്, അതാണ് അതിന്റെ കാരണം. ഡോക്ടർ വ്യക്തമായ ഒരു വാണിംഗ് സാന്റസിന് കൊടുത്തോടുകൂടി
സാൻഡേഴ്സൺ ലൈഫിൽ ഒരു മാറ്റം സാൻഡേഴ്സൺ ആഗ്രഹിച്ചു തുടങ്ങി. യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ സാൻഡേഴ്സൺ ഒരു കാഴ്ച തന്നെയായിരുന്നു. സാൻഡേഴ്സൺ മെൽബണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ബാറിൽ ഒരുപാട് ആളുകൾ വരും. ശരിക്കും പണമുള്ള ആളുകളുടെ ഒഴുകി വരുന്ന ഒരു ബാറിലാണ് സാൻഡേഴ്സൺ ആദ്യം വർക്ക് ചെയ്തിരുന്നത്. പണമുള്ള ആളുകളുടെ വസ്ത്രധാരണം അതൊരു സംഭവമാണ്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ നമുക്കറിയാം ആരാണ്? ലൂയിസ് വിറ്റന്റെ ഉടമയാണ് ഇപ്പോ നമ്പർ 1. അതെ, ലൂയിസ് വിറ്റൻ ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡാണ് ലൂയിസ് വിറ്റൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ലൂയിസ് വിറ്റന്റെ ആ അക്സസറീസ്, ഹ്യൂഗോ ബോസിന്റെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡ് ഡ്രസ്സ്, അക്സസറീസ്, വാച്ച്, കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ സാൻഡേഴ്സന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സാൻഡേഴ്സൺ ചാർട്ട് ചെയ്ത വിമാനമായാലും കപ്പലാണെങ്കിലും ലൊമോസിൻസ് പോലുള്ള കാറുകളാണെങ്കിലും അതുമൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ്. ഇതിന് പുറമെയാണ് റെസ്റ്റോറന്റുകളിൽ സാൻഡേഴ്സൺ പോയി നടത്തിയ ഓർഡറുകൾ. സാധാരണ ഒരു മനുഷ്യൻ സ്വപ്നം മാത്രം കാണുന്ന ചില ഐറ്റംസ് ഉണ്ട്. സൗത്ത് ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത മയൂര വാഗ്യു എന്ന പേരിലുള്ള ബീഫാണ്. ശരിക്കും അത് വായിലേക്ക് വെച്ചാൽ എന്താ പറയാ, ആ രുചി വായിൽ ജീവിത അവസാന കാലം വരെ നിലനിൽക്കുമെന്ന് പറയും. ആ ബീഫ് ശരിക്കും വിലയാണ്. അത് സ്വപ്നം കാണാത്ത ചെറുപ്പക്കാരുണ്ടാവില്ല. പണം കയ്യിലേക്ക് വന്ന് ഒഴുകി തുടങ്ങിയപ്പോൾ ആദ്യം സാൻഡേഴ്സ് ചെയ്തത് ആ മയൂര വാഗ്യുവിന്റെ ആ ബീഫ് വിൽക്കുന്ന കടയിലേക്ക് പോകുക എന്നുള്ളതാണ്. അത് ഇഷ്ടംപോലെ വാങ്ങിച്ചു കഴിച്ചു. ഭക്ഷണം അയാളുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അയാൾ അടുത്തതായി പോയത് അർജന്റീനയിൽ നിന്ന് വരുത്തുന്ന പോർട്ടർ ഹൗസ് സ്റ്റീക്ക് ഉണ്ട്. പന്നിയിൽ നിന്ന് അറുത്തെടുക്കുന്ന, അതുപോലെ പോത്തിൽ നിന്ന് അറുത്തെടുക്കുന്ന, അതുപോലെ കാളയിൽ നിന്ന് അറുത്തെടുക്കുന്ന ചെറിയ കഷ്ണങ്ങൾ കൊണ്ടുള്ള വളരെ രുചികരമായ ഒരു സ്റ്റീക്ക് ഉണ്ട്. അത് അർജന്റീനക്കാരുടെ ഒരു സംഭവമാണ്. അത് കിട്ടാൻ വേണ്ടി അയാൾ അർജന്റീനയിൽ നിന്ന് അത് വരുത്തുന്ന കടയിൽ പോയി അത് കഴിച്ചു. പിന്നെയുണ്ട് നല്ല ഞണ്ട്, അതുപോലെ നല്ല ചെമ്മീൻ, ഇതിൻ്റെയൊക്കെ ലോകപ്രസിദ്ധമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കടകൾ തേടി പിടിച്ച്, അതിപ്പോൾ സിഡ്നിയിലാണെങ്കിലും മെൽബോണിലാണെങ്കിലും അതല്ല മറ്റേതെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിലും അവിടെ പോയി കഴിക്കുക എന്നുള്ളത് സാൻഡേഴ്സന്റെ ഒരു വിനോദമായിരുന്നു. സാൻഡേഴ്സൺ മാത്രമല്ല കഴിക്കുക, സാൻഡേഴ്സൺ കൂട്ടുകാരെ കൊണ്ടുപോയിരുന്നു. അടിച്ചു പൊളിക്കാൻ അയാൾക്ക് എപ്പോഴും കൂട്ടുകാരുണ്ടായിരുന്നു എന്നർത്ഥം. ആ കൂട്ടുകാർക്ക് ആർക്കുമല്ല പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്നത് സാൻഡേഴ്സനാണ്. അവിടെ സാൻഡേഴ്സൺ ഒന്ന് പകച്ചു. ഇനി ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ തന്റെ ലൈഫ് പ്രതിസന്ധിയിലാകുമെന്ന് കണ്ടപ്പോൾ സാൻഡേഴ്സൺ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു. സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഇതിനകത്ത് എനിക്ക് ഇടപെടാനൊന്നും പറ്റില്ല, ഇത് നിങ്ങൾ വിചാരിക്കുന്ന ശൈലിയുള്ള പ്രശ്നമൊന്നുള്ള കാര്യമല്ല. അങ്ങനെ അയാൾ പറഞ്ഞു ഒഴിഞ്ഞതും സാൻഡേഴ്സൺ മറ്റൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തെത്തി. അയാള് കുറച്ച് കാര്യമായിട്ട് സാൻഡേഴ്സൺ പറയുന്നത് ശ്രദ്ധിച്ചു. സാൻഡേഴ്സന്റെ പ്രശ്നങ്ങൾ, സാൻഡേഴ്സൺ ഇടപെട്ടിരിക്കുന്ന മേഖല, സാൻഡേഴ്സന് സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തം, ഇതൊക്കെ വളരെ വിശദമായിട്ട് ആ സൈക്കോളജിസ്റ്റ് സാൻഡേഴ്സനെ വ്യക്തമായി ബോധ്യപ്പെടുത്തി. ദുരന്തം സാൻഡേഴ്സനെ കാത്തിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ബാങ്ക് അവർക്കുണ്ടായ അബദ്ധം മനസ്സിലാക്കും. സ്വാഭാവികമായിട്ടും അവർ സാൻഡേഴ്സനെതിരെ കേസ് ഫയൽ ചെയ്യും. കേസ് ഫയൽ ചെയ്ത് സാൻഡേഴ്സൺ അകത്തായാൽ സാൻഡേഴ്സന് മതിലിടിഞ്ഞാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അത്ര ഗുരുതരമായ ക്രമക്കേടാണ് സാൻഡേഴ്സൺ ചെയ്തിരിക്കുന്നത്. ആ സൈക്കോളജിസ്റ്റ് ആ ശൈലിയിൽ സാൻഡേഴ്സനെ ഒന്ന് ഭയപ്പെടുത്തിയതും സാൻഡേഴ്സൺ അതുവരെയുള്ള അയാളുടെ ആ ലൈഫ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി സാൻഡേഴ്സൺ എടുത്ത ആദ്യത്തെ തീരുമാനം ബാങ്കിൽ നിന്ന് ഇനി പണം പിൻവലിക്കേണ്ടെന്നാണ്. ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കേണ്ടെന്ന് തീരുമാനിച്ച സാൻഡേഴ്സൺ അയാളുടെ അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. ഫോൺ അറ്റൻഡ് ചെയ്ത വ്യക്തി സാൻഡേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും സാൻഡേഴ്സനോട് ഫോൺ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. സാൻഡേഴ്സൺ ഫോൺ ഹോൾഡ് ചെയ്യാണ്. 1 മിനിറ്റായി, 2 മിനിറ്റായി, 5 മിനിറ്റായി സാൻഡേഴ്സൺ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ മറുഭാഗത്തുനിന്ന് ഒരാളുടെ ശബ്ദം കേട്ടു. അയാൾ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ബെർണിയാണ്. നാഷണൽ ഓസ്ട്രേലിയ ബാങ്കിന്റെ ഏറ്റവും പരമപ്രധാനമായ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ബെർണി. ബെർണി സാൻഡേഴ്സനോട് പറഞ്ഞു, മിസ്റ്റർ സാൻഡേഴ്സൺ, ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാനാവില്ല. വളരെ നാടകീയമായിട്ടൊക്കെയാണ് ബെർണി സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലമായി പോലീസ് തന്നെ തിരക്കി വരുമെന്ന് സാൻഡേഴ്സൺ അറിയാം. സാൻഡേഴ്സന് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയും മുമ്പ് ബെർണി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ബെർണി ഫോൺ കട്ട് ചെയ്യുന്ന ആ നിമിഷത്തിൽ ഹിൽട്ടൺ ഹോട്ടലിൽ താമസിക്കുന്ന സാൻഡേഴ്സന്റെ ബാഗിൽ $80,000 ക്യാഷ് ആയിട്ടുണ്ട്. ആ പണമെങ്കിലും ബാങ്കിൽ തിരിച്ചു കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ സാൻഡേഴ്സൺ ബാങ്കിലേക്ക് വിളിച്ചത്. പക്ഷെ അതൊന്നും കേൾക്കാൻ ബെർണിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ സാൻഡേഴ്സൺ പോലീസിനെ പ്രതീക്ഷിച്ചു. പക്ഷെ അന്ന് പോലീസ് ഒന്നും വന്നില്ല. പിറ്റേ ദിവസവും വന്നില്ല. ദിവസങ്ങൾ എങ്ങനെ ഓടിപ്പോവുകയാണ്. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ആ ആഴ്ചകൾ ഓടിപ്പോകുന്നല്ലാതെ പോലീസോ ബാങ്കുകാരോ സാൻഡേഴ്സന് തിരക്കി വരുന്നേയില്ല. സാൻഡേഴ്സന്റെ കയ്യിലുള്ള കാശ് സാൻഡേഴ്സൺ സാവധാനം ഉപയോഗിച്ചു തുടങ്ങി.
ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോയി, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. 3 വർഷം ആകാറായിട്ടും സാന്റസിനെ തിരക്കി ആരും വരാതായപ്പോൾ സാന്റസിന്റെ ഉള്ളിലെ കുറ്റബോധം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അയാൾ ആ ക്രൈം നിർത്തിയിട്ട് തന്നെ ഏകദേശം 3 വർഷമായി. സാന്റസൺ ഈ സമയത്ത് മെൽബണിൽ ഒരു ബാറിൽ വീണ്ടും ജോലിക്ക് കയറിയിരുന്നു. ആ ബാറിൽ ജോലി ചെയ്യപ്പോഴാണ് സാന്റസൺ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെയുള്ള ജോലിക്കാർക്ക് ശരിയായ ശൈലിയിൽ ശമ്പളം കൊടുക്കുന്നില്ല. ഒരുപാട് ശമ്പള കുടിശ്ശികയുണ്ട്. കരാറുകാർക്കും കുടിശ്ശികയുണ്ട്, ജീവനക്കാർക്കും കുടിശ്ശികയുണ്ട്. കുടിശ്ശിക കിട്ടുന്നില്ല എന്ന് ആളുകൾ പരാതിപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഓണേഴ്സ് അങ്ങ് മാറിയത്. ഓണേഴ്സ് ജീവനക്കാർക്ക് ഒരു ഉറപ്പ് കൊടുത്തു, നിങ്ങളുടെ എല്ലാ കുടിശ്ശികയും ഞങ്ങൾ തന്നു തീർക്കുന്നതാണ്. അവരുടെ സംഭാഷണവും അവരുടെ ഇടപെടലും ഒക്കെ ആ ബാറിന്റെ ചുമതല വഹിക്കുന്ന സാന്റസിന് ലേശം ഒരു സംശയം ഉണ്ടായപ്പോൾ സാന്റസൺ ആ ഹോട്ടലിന്റെ പുതിയ ഉടമകളെ കുറിച്ച് കാര്യമായിട്ട് തന്നെ ഒരു അന്വേഷണം നടത്തി. അന്വേഷിച്ച് വന്നപ്പോഴാണ് സാന്റസ് പ്രതീക്ഷിച്ച ആൻസർ കിട്ടിയത്. നേരത്തുള്ള ഉടമകളും യുവമാരും ഏതാണ്ട് ഒരേ ടീമാണ്. 11 കൊല്ലമായിട്ട് ഒരേ ടീമായി വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടുത്തെ ജീവനക്കാരെയും കരാറുകാരെയും കബളിപ്പിക്കാൻ വേണ്ടി ഓണർഷിപ്പ് ഒന്ന് മാറ്റി പിടിച്ചതാണ്. അതറിഞ്ഞ സാന്റസൺ അവർക്കൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. സാന്റസൺ രാത്രിയിൽ ആ ബാറിലേക്ക് മടങ്ങി വരികയും 3 തവണയായിട്ട് $21,000 അവിടുന്ന് അടിച്ചു മാറ്റുകയും ചെയ്തു. അടിച്ചു മാറ്റിയ ആ തുക സാന്റസൺ അവിടുത്തെ ആ ജീവനക്കാർക്കും കരാറുകാർക്കുമായി വീതം വെച്ചു കൊടുത്തു. കുറച്ച് പൈസ സാന്റസണും കീപ്പ് ചെയ്തു. കാരണം സാന്റസണും ശമ്പള കുടിശ്ശികയുണ്ട്. ഈ സംഭവം സ്വാഭാവികമായിട്ടും ഹോട്ടലുകാർ വളരെ വളരെ സീരിയസ് ആയ ഒരു വിഷയമായി എടുത്തു. അവരുടെ ബാറിൽ നിന്ന് രാത്രിയിൽ ആരും കാണാതെ പണം മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ അതങ്ങനെ അനുവദിക്കാനാവും. അവർ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് ഒരു ഡിറ്റക്റ്റീവിനെ അന്വേഷണ ചുമതല കൊടുത്തു. ആ ഡിറ്റക്റ്റീവ് സാന്റസന്റെ മെയിലിലേക്ക് അയാളെ വന്ന് കാണാനായി ഒരു മെയിൽ അയച്ചു. മെയിലൊക്കെ കണ്ടു സാന്റസൺ അയാളെ കാണാൻ പോയില്ല. ഞാനിപ്പോ പോലീസിനെ ചെന്ന് കണ്ട് അങ്ങോട്ട് കീഴടങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പോലീസിന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ പിടിച്ചോണ്ട് പോകണം. ഇതാണ് സാന്റസന്റെ മനസ്സിലിരിപ്പ്. സാന്റസൺ ആ ഡിറ്റക്റ്റീവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഡിറ്റക്റ്റീവും വരുന്നില്ല, പോലീസും വരുന്നില്ല. മനസ്സ് കൈവിട്ടു പോയ ആ നിമിഷത്തിലാണ് സാന്റസൺ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. സാന്റസൺ ഒരു ന്യൂസ് ചാനലിനും 3 പത്രങ്ങൾക്കും ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇവിടെ വെച്ചാണ്. ഒരു ATM തട്ടിപ്പ് ഓസ്ട്രേലിയയിൽ അതിമനോഹരമായി നടന്നു. ആ ATM തട്ടിപ്പ് പ്രകാരം $5 ലക്ഷം ഒരു തട്ടിപ്പുകാരൻ ATM നിന്ന് അടിച്ചു മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ആ വാർത്ത. സാന്റസന്റെ മുഖം മറച്ചിട്ടാണ് TV ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. ആരാണോ പണം അടിച്ചു മാറ്റിയത് ആ ആള് തന്നെയാണ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. മുഖം മറച്ചിട്ടാണെങ്കിലും ശബ്ദം സാന്റസൺ തന്നെയാണ്. സാന്റസൺ വിചാരിച്ചു, TV വാർത്തയായി, പത്രവാർത്തയായി, ഇപ്പൊ പോലീസ് തന്നെ തേടി വരുമെന്ന്. പോലീസ് അത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താലല്ലേ ആ പരാതി അന്വേഷിക്കാൻ പറ്റൂ. സാന്റസനെതിരെ പരാതി ഇപ്പോൾ ഉള്ളത് ആ ഹോട്ടലുമായി ബന്ധിപ്പിച്ചാണ്. ആ ഹോട്ടലുമായി ബന്ധിപ്പിച്ച് പരാതി പതുക്കെ പോലീസ് അന്വേഷിച്ചു തുടങ്ങിയും അവസാനം സാന്റസനെ അറസ്റ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും അത് ഒത്തീർപ്പാവുകയാണ്. ഒത്തീർപ്പാവുന്നത് വളരെ രസകരമായ രീതിയിലാണ്. ഹോട്ടലുകാർ പറഞ്ഞത് $30,000 സാന്റസൺ അടിച്ചുകൊണ്ട് പോയെന്നാണ്. യഥാർത്ഥത്തിൽ സാന്റസൺ $21,000 എടുത്തുള്ളൂ. ആ ഡോളർ കൊടുത്ത് സെറ്റിൽ ആവുകയാണ് ചെയ്ത ആ കേസ്. പക്ഷെ സാന്റസൺ എന്തിന് ആ കാര്യം ചെയ്തു പോലീസിന് പിടികൊടുത്തു എന്ന് വെച്ചാൽ അപ്പോഴെങ്കിലും പോലീസിനോട് കാര്യം പറയാമല്ലോ എന്നാണ്. എന്തായാലും ഇപ്രാവശ്യം പോലീസ് കാര്യം കേട്ടു. സാന്റസനെ അറസ്റ്റ് ചെയ്തു. ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ ATM തട്ടിപ്പിന്റെ സൂത്രധാരൻ സാന്റസൺ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വലിയ വാർത്തയായിരുന്നു. ആ വാർത്ത കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും പൊടിപ്പുന്നോങ്ങലായ ഒരു സംഭവമായി മാറി. ATMന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് കോടീശ്വരനായി മാറിയ സാന്റസന്റെ കഥ എന്ന ശൈലിയിലേക്ക് വാർത്തകൾ വന്നു തുടങ്ങി. കേസ് കോടതിയിലെത്തി. സാന്റസൺ വലിയ പ്രതീക്ഷയിലാണ്. തന്നെ സ്വാഭാവികമായിട്ടും കോടതി ശിക്ഷിക്കുമെന്ന് സാന്റസൺ അറിയാം. കോടതിയിൽ കേസ് എത്തിയപ്പോഴാണ് ശരിക്കും സാന്റസൺ ഞെട്ടുന്നത്. കേസിന്റെ വിഷയം എന്താണെന്ന് ജഡ്ജിക്ക് മനസ്സിലായതേയില്ല. പ്രോസിക്യൂഷന്റെ ഭാഗമായ വക്കീലുമാർക്ക് മനസ്സിലായില്ല. പ്രോസിക്യൂഷന്റെ ഭാഗമായി അവിടെ ഹാജരായ പോലീസിനും അറിയത്തില്ല. ബാങ്ക് ആണെങ്കിൽ അങ്ങനെ ഒന്നും പറയുന്നുമില്ല. ഇവിടുത്തെ കേസ് എന്താണ്? സാന്റസൺ ATMിൽ നിന്ന് പണം എടുത്തിരിക്കുന്നു. പണം എടുക്കുമ്പോൾ പണം കിട്ടിയത് സാന്റസൺ ആണെങ്കിലും പോയത് ആർക്ക് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരു മനുഷ്യനും പണം നഷ്ടപ്പെട്ടതായി ഒരു പരാതിയും ഓസ്ട്രേലിയയിൽ എങ്ങും വന്നിട്ടില്ല. വിക്ടോറിയയിലാണെങ്കിലും ടാസ്മാനിയയിലാണെങ്കിലും മെൽബണിലാണെങ്കിലും ഒരു തരത്തിലുള്ള പരാതിയുമില്ല. ഓസ്ട്രേലിയ എമ്പാടും സാന്റസൺ ഈ നാഷണൽ ഓസ്ട്രേലിയ ബാങ്കിന്റെ ATMിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ ഒരു പരാതിയുമില്ല. ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ₹1 പോലും നഷ്ടമായിട്ടില്ല. നഷ്ടമാകാത്ത പണത്തിന്റെ പേരിൽ സാന്റസനെതിരെ എങ്ങനെയാണ് കേസ് നിലനിൽക്കുക? അതാണ് സ്വാഭാവികമായ ചോദ്യം. രണ്ടാമത്തെ വിഷയം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ബാങ്കിന്റെ ഒരു കുഴപ്പം അല്ലെങ്കിൽ അവരുടെ ATM സിസ്റ്റത്തിലുള്ള ഒരു തകരാർ. ആ തകരാറ് വഴി ഇങ്ങനെ പണം സമ്പാദിക്കാം എന്ന് പഠിക്കാൻ സാധ്യതയുള്ള ഏക വ്യക്തി എന്തായാലും സാന്റസൺ ആകില്ല. സാന്റസൺ ചെയ്തിരിക്കുന്ന അതേ കാര്യം ഓസ്ട്രേലിയ എമ്പാടും പലരും ചെയ്തിട്ടുണ്ടാവും.
അങ്ങനെയാണെങ്കിൽ അവർ ഈ ബാങ്കിന്റെ പണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് ബാങ്കിന് നല്ല ധാരണ ഉണ്ടാവും. അങ്ങനെ പണം അടിച്ചു മാറ്റിയ ആളുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബാങ്കിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ബാങ്ക് അവരെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ എന്നറിയില്ല, ബാങ്ക് വളരെ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് അന്ന് കോടതിയിൽ എടുത്തത്. അവർക്ക് സാന്റസിനെതിരെ പരാതിയില്ല എന്നതാണ് സത്യം. അവസാനം കോടതി സാന്റസിനെ ശിക്ഷിച്ചു വെറും 1 കൊല്ലത്തേക്ക്. എന്തായാലും ഇത്രയും ദിവസം ഇത്രയും പണമൊക്കെ ചെലവഴിച്ചതല്ലേ, അതുകൊണ്ട് നീ 1 കൊല്ലം ജയിലിൽ കിടക്കെന്ന് പറഞ്ഞ് ശിക്ഷിച്ചതുപോലെയായി. 1 കൊല്ലത്തെ ശിക്ഷയും ശിക്ഷയ്ക്ക് ശേഷം 18 മാസത്തെ നല്ല നടപ്പും കുറെ സാമൂഹ്യ സേവനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കാലഘട്ടമാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സാന്റസൺ അതിനുശേഷം സാമൂഹ്യ സേവന കാലഘട്ടത്തിന്റെ പാർട്ടായിട്ട് കുറെ സാമൂഹ്യ സേവനമൊക്കെ ചെയ്തു. അതിനുശേഷം സാന്റസൺ ഒരു ബാറിൽ ഒരു ജീവനക്കാരനായിട്ട് വർക്ക് ചെയ്യാണ്. അയാളുടെ ശമ്പളം $22 പെർ അവറാണ്. അതേ ബാറിൽ അയാൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസത്തെ രാത്രിയിൽ $8,000-10,000 പൊട്ടിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. സാന്റസൺ ചെലവാക്കിയ കാശ് ആരുടെ കാശാണ്? ആ കാശ് എവിടെ നിന്ന് വന്നു? ഏത് അക്കൗണ്ടിലെ കാശാണ് യഥാർത്ഥത്തിൽ സാന്റസൺ ചെലവഴിച്ചത്? ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ചില സൈബർ എക്സ്പെർട്ടുകൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കാം. അവർ പറഞ്ഞത് ബാങ്കുകളിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു എമൗണ്ട് ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ലാഭവും അവരുടെ മുടക്കുമുതലും ഒക്കെ ചേർന്നുള്ളൊരു പണമായിരിക്കും. ആ പണം ബാങ്കിന്റെ മറ്റ് ട്രാൻസാക്ഷൻസിലൊന്നും വരത്തില്ല. ആ പണത്തിൽ നിന്ന് എങ്ങനെ ആയിരിക്കാം ഈ പണം പുറത്തു വന്നെന്നാണ് സൈബർ എക്സ്പെർട്ടുകൾ പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിന്റെ പണമൊന്നും അങ്ങനെ ATM വഴി പിൻവലിക്കാൻ പറ്റില്ല. അപ്പൊ എവിടെയോ എന്തോ ഒരു തകരാറ് ഉണ്ട്. അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് എങ്ങനെയാ ഇയാള് ഏകദേശം 16 കോടിയോളം രൂപ പിൻവലിച്ച് ദൂർത്തടിക്കുക? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവും ഉത്തരം കിട്ടാത്ത ഒരു സംശയവുമായി അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. TV സീരിയലുകളും സിനിമകളുമായി ഈ കഥ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരാനും പോവുകയാണ്. ഇതുവരെ ഓസ്ട്രേലിയയെ അമ്പരപ്പിച്ച ഒരു ATM സ്കാമിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഇതുപോലെ സ്കാമുകളുമായി ബന്ധമുള്ള ആളുകൾ കമന്റുകൾ ചെയ്യണം. താങ്ക് യു.